അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും. സിനിമാ മേഖല കലുഷിതമായിരുന്നു അടുത്ത കാലം വരെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് സിനിമാ മേഖല ആകെ കലുഷിതമായത്. സ്ത്രീ പീഡനങ്ങളുടെ പരമ്പര തന്നെ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വന്നു. നിരവധി നടന്മാർക്കെതിരെ കേസ് വന്നു, അറസ്റ്റ് നടന്നു. അങ്ങനെ സംഭവ ബഹുലമായിരുന്നു സിനിമാ മേഖല. രാഷ്ട്രീയത്തിലും അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ വീണ്ടും വെടിപൊട്ടിച്ചിരിക്കുന്നു വിൻസി അലോഷ്യസ് വെടിപൊട്ടിച്ചത് ലഹരിക്കെതിരെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരിക്കെതിരെ വലിയ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു. ലഹരി സംഘത്തെ പിടികൂടാനുള്ള വലിയ ഓപ്പറേഷൻസ് സർക്കാർ തലത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിൻസി അലോഷ്യസ് തുറന്നു പറഞ്ഞത്, സ്വന്തം അനുഭവം വെച്ച്. അത് നമുക്ക് കേൾക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ബാക്കി സംസാരിക്കാം. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു. അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു: എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാനിനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും. അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, വെൻ ഐ എം ഒരു ഷോട്ടിനല്ല, ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ടേബിൾ. സോ ഭയങ്കര എവിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു ന്യൂയിസൻസായി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു ന്യൂയിസൻസായി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ, ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും, ആ ഡയറക്ടറിൻ്റെയും ടീമിൻ്റെയും എല്ലാവരും. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത്. ആൻഡ് എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ. അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി, ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എനിക്ക് ഓക്കെ ആയില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. ഇതോടെ വലിയ പൊട്ടിത്തെറിയായി. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം, ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഹോട്ടൽ മുറിയിൽ നിന്ന് 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് ചാടുന്നു ഷൈൻ ടോം ചാക്കോ എന്ന നടൻ. ഷൈൻ ടോം ചാക്കോ കരൂരിലുള്ള PGS വേദാന്ത എന്ന ഹോട്ടലിലെ 314-ാം നമ്പർ മുറിയിൽ താമസിക്കുന്നു.
ലഹരി പിടിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘം ഡാൻസ് സ്റ്റാഫിന് വിവരം കിട്ടുന്നു. വേദാന്ത എന്ന ഹോട്ടലിലെ 314 നമ്പർ മുറിയിൽ ലഹരി ഇടപാട് നടക്കുന്നു എന്ന് രഹസ്യ വിവരമാണ്. ഇതനുസരിച്ച് പോലീസ് സംഘം ഹോട്ടലിലെ റിസപ്ഷനിൽ എത്തിയ സമയത്താണ് മുറിയിലേക്ക് വിവരം പോകുന്നത് പോലീസ് എത്തിയിട്ടുണ്ട് എന്ന്. ആര് പറഞ്ഞു എന്ന ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട്. ആ അന്വേഷണം പോലീസ് നടത്തുന്നുമുണ്ട്. ജീവനക്കാരെയാണ് സംശയം. പോലീസ് സംഘം മുറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഷൈൻ ടോം ചാക്കോ ജനൽ വഴി പുറത്തേക്ക് ചാടുന്നു. 2ാം നിലയിലേക്ക്, ഷീറ്റിന്റെ മുകളിലേക്ക്. ഷീറ്റ് പൊട്ടി താഴെ വീഴുന്നു. അത് സ്വിമ്മിംഗ് പൂളിലേക്കാണ് വീഴുന്നത്. അതുവഴി സ്റ്റെപ്പ് ഇറങ്ങി റിസപ്ഷൻ വഴി പുറത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പുറത്തു വന്ന ഷൈൻ ടോം ചാക്കോ വന്ന ഒരു 2 വീലറിന് കൈനീട്ടി നിർത്തി ആ 2 വീലറിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ദൃശ്യങ്ങളെല്ലാം പോലീസിന്, അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തിന് ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടു? ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ ഷൈൻ ടോം ചാക്കോ? അതല്ല ലഹരി കച്ചവടമാണോ അവിടെ നടന്നത്? മുറിയിലേക്ക് പോലീസ് സംഘം കടന്നപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു, മുർഷിദ്. മുറി അരിച്ചു പെറുക്കി പോലീസ്. പക്ഷേ പോലീസിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കയ്യിലുള്ള ലഹരിയുമായി രക്ഷപ്പെടുകയാണോ ഷൈൻ ടോം ചാക്കോ ചെയ്തത്? പിടിക്കപ്പെട്ടാൽ ജയിലിൽ കിടക്കേണ്ടി വരും. കയ്യിൽ ലഹരി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ടായിരിക്കില്ലേ ജനൽ വഴി ഇത്രയും സാഹസികമായി ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടത്? വളരെ സാഹസികമായിട്ടാണ്, അപകടകരമായ രീതിയിലാണ് രക്ഷപ്പെടൽ നടത്തിയത് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് കയ്യിൽ ലഹരി വസ്തു ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്നത്. ബിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഷൈൻ ടോം ചാക്കോ ലഹരിയുമായി രക്ഷപ്പെട്ടത് എന്നാണ് അറിയുന്നത്. ഏതായാലും ബിൻസി അലോഷ്യസ് പരാതി നൽകിയിരിക്കുന്നത് പോലീസിനല്ല, ഫിലിം ചേംബറിനാണ്, അതോടൊപ്പം അമ്മയ്ക്കാണ്. അമ്മ ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഷൈൻ ടോം ചാക്കോയെ താരസംഘടനയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്യും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഷൈൻ ടോം ചാക്കോ നേരത്തെയും ഇതുപോലെ കേസിൽപ്പെട്ടതാണ്, ജയിലിൽ കടന്നതാണ്, ലഹരി കേസിൽ. ആ കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നു എന്ന് മാത്രമല്ല, പോലീസ് ഷൈൻ ടോം ചാക്കോയെ സഹായിച്ചോ എന്ന സംശയം പോലും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയാണ് ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോഴിതാ വീണ്ടും ലഹരി കേസിൽ പെട്ടിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ. എന്ന് വെച്ചാൽ സിനിമാ മേഖലയിലെ ലഹരി കച്ചവടത്തിന്റെ കേന്ദ്രമായി ഈ നടൻ മാറിയോ എന്ന സംശയമാണ് ഉയരുന്നത്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, സിനിമാ മേഖലയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. സിനിമാ മേഖലയിലാണ് ലഹരി ഉപയോഗം ആദ്യം കൂടുതൽ കണ്ടുവരികയും അത് പിന്നീട് കൊച്ചി നഗരം മുഴുവൻ വ്യാപിക്കുകയും അത് കേരളം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ലഹരി ഉപയോഗിക്കുന്ന നടന്മാരെ കുറിച്ച് ഇതിനു മുമ്പും വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തകളൊക്കെ പോലീസ് കേസായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലഹരി കച്ചവടക്കാർ അവരുടെ ഫോൺ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ സിനിമാ നടന്മാരിലേക്ക് എത്തുന്നുണ്ട്. സിനിമാ നടന്മാർക്ക് കൈമാറിയ സന്ദേശങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ സിനിമാ മേഖലയിലും ലഹരി ഉപയോഗം വ്യാപകമായിട്ട് ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം സിനിമാ മേഖലയിലേക്കും അന്വേഷണം നീട്ടിയത്. അപ്പോഴാണ് ബിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. അതിനുശേഷം ഇതാ ലഹരിയുമായി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോ എന്ന നടന്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നു. സിനിമാ മേഖല വീണ്ടും കലുഷിതമാകുന്നു എന്നർത്ഥം. ലഹരി ഉപയോഗം സിനിമാ മേഖലയെ കാർന്നു തിന്നുകയാണ്. അത് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സമൂഹത്തിൽ രാസലഹരി ഉപയോഗത്തിനെതിരെ വലിയ ചർച്ചകൾ നടക്കുകയും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് സിനിമാ മേഖലയിലെ ഈ ദുഷിച്ച വാർത്തകൾ കൂടി പുറത്തു വരുന്നത്.